പീഡനക്കേസിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകൻ മനുവിനെതിരെ രക്ഷിതാക്കൾ ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. കേസിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഹർജി. കേസിലെ പീഡന പരമ്പരകൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അനന്തൻ കൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ പുറത്തേക്ക് വിട്ടു. അതിനെ സാധൂകരിക്കുന്ന, ഞെട്ടിക്കുന്ന വീണ്ടും വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വിട്ടു. നിയമസഭയിൽ മാതൃഭൂമി ന്യൂസ് വാർത്ത കെ രമ MLA ഉയർത്തിക്കാട്ടി. എന്നിട്ടും സർക്കാർ ഇതിലൊരു ഗൗരവമേറിയ തലത്തിൽ ഇതിനെ കാണുന്നില്ല എന്ന് ഇവർക്ക് പറയേണ്ടി വരുന്നത് കൊണ്ടാണോ ഹൈക്കോടതിയിലേക്ക് നീതിക്കായി പോകേണ്ടി വരുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൈക്കോടതിയിലെ ഹർജി? പ്രജീഷ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ പരിശീലന കേന്ദ്രത്തിൽ ഒരു കോച്ച് നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസും അന്വേഷണവും നടക്കുകയാണ്. പക്ഷേ ഇത്ര ഗുരുതരമായ ഒരു കേസുണ്ടായിട്ടും ഇതിൽ രക്ഷിതാക്കൾ നിരവധി തവണ മുഖ്യമന്ത്രിക്കും കായിക മന്ത്രിക്കുമൊക്കെ അപേക്ഷ നൽകിയിട്ടും ഇതിലൊരു വിപുലമായ അന്വേഷണത്തിന് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അല്പസമയം മുമ്പ് ഹർജി ഫയൽ ചെയ്തു. ഈ ഹർജിയിലെ പ്രധാന ആവശ്യം ഇപ്പോൾ നടക്കുന്ന ഈ 6 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തുള്ള തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല. അതിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഭാഗങ്ങളിലേക്കൊന്നും പോലീസിന്റെ അന്വേഷണം കടന്നെത്തുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിപുലമായ ഒരു ഉന്നതതല അന്വേഷണം നടത്താൻ കോടതി ഇടപെടണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. ഈ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സൈബർ സെല്ലും സൈബർ ഡോമും ഉൾപ്പെടെയുള്ള ഏജൻസികളെ പരിഗണിച്ചുകൊണ്ട് ഒരു ഉന്നതതല അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ കേസിൽ മനു ഒറ്റയ്ക്കല്ല പ്രതി. മനുവിനൊപ്പം മനുവിന് സഹായമൊരുക്കിയ മനുവിൻ്റെ സുഹൃത്തും മനുവിൻ്റെ ഭാര്യ, KCAയിലെ ജീവനക്കാർ, ഇവരടക്കമുള്ളവർ ഉണ്ട് എന്നാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്നത്. ഇവരിലേക്കൊക്കെ അന്വേഷണം കടന്നെത്തണമെന്നും ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ മനു ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ആ ഫോണുകൾ എവിടെ? ആ ദൃശ്യങ്ങൾ ഇയാൾ എന്തു ചെയ്തു? അത് വെബ്സൈറ്റിലോ മറ്റോ അപ്ലോഡ് ചെയ്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തണം. മാത്രമല്ല, ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം, നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ മനു പണം കൊടുത്ത് ഒതുക്കി തീർത്തു എന്നുള്ളൊരു ആരോപണം കൂടി ഈ ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം ഈ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടി ഹർജിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ ഈ ഡ്രഗ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കണം. അങ്ങനെ വിവിധ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണം എന്നതിന് അപ്പുറം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടി ഈ കേസിൻ്റെ നടത്തിപ്പിനായി നിയമിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രജീഷ്, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാരണം മാതൃഭൂമി ന്യൂസ് ഇത് ഗൗരവത്തോടെ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ അതിൽ ആദ്യം തന്നെ ഈ കേസ് ഏറ്റെടുത്ത് ഇതിലൊരു അന്വേഷണം ക്രൈംബ്രാഞ്ച് തലത്തിൽ ഉൾപ്പെടെ വേണമെങ്കിൽ സർക്കാർ നടത്താമായിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസിൽ വെച്ച് ഇതിൻ്റെ ഗൗരവമേറിയ വിഷയം, കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. മനു എന്ന ആ കൊടും കുറ്റവാളിക്ക് സഹായമൊരുക്കിയ KCAയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം നടക്കും. ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടാതിരുന്നു, ഒളിച്ചു കളിച്ചു. ഇനിയിപ്പം നിർബന്ധിച്ച് മാധ്യമങ്ങളടക്കം വാർത്തകൾ വരുമ്പോഴും വിവാദമായപ്പോൾ മാത്രം ശബ്ദിക്കാൻ തയ്യാറാകുന്ന KCA എന്തായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴും ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാം ക്ലിയറാണെന്ന് നിയമസഭയിൽ പറഞ്ഞ ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത് കാര്യങ്ങൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കടലാസിൽ മാത്രമേ ഉള്ളൂ എന്ന തെളിവാണിപ്പോൾ ഇവർക്ക് നീതിക്ക് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ ഒരുക്കി.